സെക്സ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ചാനലുണ്ട്. ആ ചാനലിനകത്തിൽ ഞാൻ എന്ത് സംശയം ചോദിക്കാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഒരുത്തൻ ഫോണിൽ വന്ന് എന്തോ എന്നോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വാട്സപ്പിൽ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമോ. ഞാൻ പറഞ്ഞു പൈസ തരാമെങ്കിൽ അതിൻ്റെ മറുപടി തരാമെന്ന്. ക്യാഷൊക്കെ ഇട്ട് തന്നെന്ന് തോന്നുന്നു, അത് ഇട്ട് തന്നില്ലേ, ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. എന്തോ പുള്ളിക്കാരൻ എന്തോ വീട്ടിൽ നിന്ന് മാറി അങ്ങ് വെളിയിലോട്ടെങ്ങാണ്ട് നിന്നായിരിക്കും എന്നോട് സംസാരിച്ച് തുടങ്ങിയത്. എന്തോ പെണ്ണുമ്പിള്ള വന്ന് വിളിച്ചിട്ട് ഞാൻ ഇയാൾ എന്നോട് സംസാരിക്കുന്നതിനൊക്കെ ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കാണാൻ ഇയാളുടെ വോയിസ് അല്ല, പെണ്ണുമ്പിള്ളയുടെ വോയിസ്. എന്നെ 3-4 തെറിയും വിളിച്ചോണ്ട് സംശയം ചോദിക്കാൻ വന്ന് ഞാൻ പറഞ്ഞു. പെണ്ണുമ്പിള്ള പറയാം, നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങളുടെ കെട്ടിയോൻ്റെ അടുത്ത് പറയേ അക്കാര്യം. അന്നേരം പെണ്ണുപിള്ളയുടെ അടുത്ത് കെട്ടിയവൻ പറയുക, ഞാൻ അവരെ ഒന്ന് പരീക്ഷിക്കാനായിട്ടൊന്ന് നോക്കിയതാണ്. ഒന്ന് ഓർക്കണേ, പെണ്ണുപിള്ളയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാം എന്നെ പരീക്ഷിക്കാൻ നോക്കിയതാണ്. ഇവൻ എന്നോട് പഞ്ചാര അടിക്കണം. അതിന് ഞാൻ എൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കുക, ഞാൻ അതിനെല്ലാം മറുപടിയും പറയുക. ലാസ്റ്റ് പെണ്ണുമ്പിള്ള വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറയാ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നിന്നതാണ്. അവനെന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? തൊട്ടടുത്ത് പെണ്ണുമ്പിള്ളയില്ലേ, അവളെ പരീക്ഷിക്കണം. എവിടെയോ കിടക്കുന്ന നാഗയെ പരീക്ഷിക്കാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പോലും. എനിക്കെൻ്റെ ദേഷ്യമാണോ വെറുപ്പാണോ എനിക്ക് എന്താണെന്നറിയില്ലായിരുന്നു. പെണ്ണുമ്പിള്ളയുണ്ട്, എന്നിട്ടും എന്നെ പരീക്ഷിക്കാൻ വരുക. അപ്പം എന്നോട് പഞ്ചാര അടിക്കണമായിരുന്നു. അതുപോലെ ഭാര്യമാരുണ്ടെങ്കിൽ എന്നെ പരീക്ഷിക്കാനൊന്നും ഇറങ്ങിത്തിരിക്കും. ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്തണം, എന്നെ പരീക്ഷിക്കാൻ വരരുത്. ഭർത്താവ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഭാര്യമാരെ തീർത്തു കൊടുക്കാത്ത സംശയങ്ങൾ ചിലപ്പം ഞാൻ തീർത്തു കൊടുത്തെന്നൊക്കെ വിചാരിക്കും, ഞാൻ തീർത്തു കൊടുത്തെന്നൊക്കെ കരുതിക്കൊണ്ട്. പിന്നെ എൻ്റെ മണ്ടയ്ക്ക് ഇട്ട് വരരുത്, മനസ്സിലായോ? ഞാൻ ഉള്ള ചാറ്റും വോയിസ് മെസ്സേജും എല്ലാം ഞാൻ എടുത്ത് പബ്ലിഷ് ആക്കും.